ഷാർജയിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ സിദ്ദിഖ്. ഇദ്ദേഹം ഇങ്ങനെ ജോലി ചെയ്ത് സാധാരണഗതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പ്രമേഹ രോഗം ബാധിച്ച് ഇദ്ദേഹത്തിൻ്റെ ഇടത് കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായിട്ട് നഷ്ടപ്പെടുന്നത്. അങ്ങനെ വന്നപ്പോൾ ജോലി തുടർന്ന് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഇതിൻ്റെ തുടർ ചികിത്സയ്ക്കായിട്ട് ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിസ റദ്ദാക്കണം എന്നൊരു ആവശ്യം ഇദ്ദേഹം തൊഴിലുടമയെ, ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉടമയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ വിസയൊന്നും റദ്ദാക്കി തരാനായിട്ട് പറ്റില്ല, തൊഴിലിൽ എങ്ങനെയെങ്കിലും തുടർന്നുകൊണ്ടേ പോയേ പറ്റൂ, ഈ ജോലി ചെയ്തേ പറ്റൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ നിക്കക്കളിയില്ലാതെ ഇദ്ദേഹം, അതായത് സിദ്ദിഖ്, തൊഴിൽ മന്ത്രാലയത്തെ ഈ ഒരു വിവരം അറിയിക്കുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും വിസ റദ്ദാക്കി കിട്ടണം, നാട്ടിലേക്ക് പോകണം എന്നൊരു ആവശ്യം. അതേസമയം ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉടമ തൊഴിൽ മന്ത്രാലയത്തിന് നൽകിയ ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്, സിദ്ദിഖ് അവിടെ കടയിൽ കുറച്ച് പൈസയുടെ തിരിമറി ചെയ്തിട്ടുണ്ട്, ആ പൈസ തിരികെ തന്നാൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ വിസ റദ്ദാക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് തീർത്തും ഒരു കള്ളക്കഥയായിരുന്നു. ഇതിന് കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ ഇത് വാദിച്ച് ജയിക്കാനായിട്ടുള്ള പൈസയോ അല്ലെങ്കിൽ ഇത് വിസയില്ല, പാസ്പോർട്ട് ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ സിദ്ദിഖിന് എന്താണ് ചെയ്യേണ്ടത്, നാട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു അവസ്ഥയും ഇല്ല എന്നുള്ളൊരു കാര്യം വരികയും വലിയൊരു നിയമക്കുരുക്കിലേക്ക് സിദ്ദിഖ് എത്തിപ്പെടുകയുമാണ്. ഈ ഒരു അവസരത്തിലാണ് ലോക കേരള സഭാംഗവും ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ്റെ ചെയർമാനുമായിട്ടുള്ള സലാം പാപ്പിനിശ്ശേരിയും ഇദ്ദേഹത്തിൻ്റെ ഭാരവാഹികളും സിദ്ദിഖിൻ്റെ ഒരു ദാരുണാവസ്ഥ അറിയുന്നത്. ഇദ്ദേഹത്തിന് നിയമസഹായം ആവശ്യമായിട്ട് വേണം എന്നുള്ളൊരു സത്യാവസ്ഥ ഇവർ തിരിച്ചറിയുകയും സൗജന്യ സഹായം ഇദ്ദേഹത്തിന് എത്തിക്കുകയുമാണ്. അങ്ങനെ സലാം പാപ്പിനിശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷകർ കോടതിയിൽ ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ വാദിക്കുകയും സിദ്ദിഖിന് നാട്ടിലേക്ക് പോകാനുള്ള വഴി തുറക്കുകയും ചെയ്തു. അദ്ദേഹം സൗജന്യ നിയമസഹായത്തിലൂടെ നാട്ടിലേക്ക് മടങ്ങി എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സൗജന്യ നിയമസഹായം ആവശ്യമുള്ളവർ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു പക്ഷേ എല്ലാവരെയും സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ലായിരിക്കും. എങ്കിൽ തന്നെയും കുറേ പേർക്കെങ്കിലും ഈ ഒരു നിയമസഹായം എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയാവുന്നത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ അങ്ങനെയുള്ള ആവശ്യക്കാർ മെസ്സേജ് അയക്കണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു.